ഇന്ന് ലോക അവയവ ദിനമാണ്. അവയവ തകരാറുകൾ മൂലം ജീവനോട് മല്ലിടുന്ന ഒരുപാട് ആളുകൾക്ക് അവയവദാനത്തിലൂടെ പുതിയ ജീവിതം നൽകാൻ കഴിയും. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനതയെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബിസിനസ് വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്താണ് തന്റെ 60-ാം വയസ്സിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തന്റെ വൃക്കകളിലൊന്ന് ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. 48-ാം വയസ്സിൽ വൃക്കദാനം ചെയ്ത ഫാദർ ഡേവിഡ് ചിറമ്മേലിന്റെ പ്രവൃത്തിയാണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. തന്റെ ബന്ധുക്കളിൽ ഒരാൾ വൃക്കരോഗം ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നേരിൽ കണ്ടതും അത്തരമൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ നയിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ജീവന് വേണ്ടി മല്ലിടുന്ന മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതും മരണശേഷം പലരിലൂടെ ഒരാൾ ജീവിക്കുന്നതിനും അപ്പുറം മഹത്തായി മറ്റൊന്നുമില്ല. കരളിന്റെ ഭാഗവും പാൻക്രിയാസിന്റെ ഭാഗവും വൃക്കകളിലൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാനാകും. കരൾ, വൃക്ക, ഹൃദയം, പാൻക്രിയാസ്, ശ്വാസകോശം, ചെറുകുടൽ തുടങ്ങിയ അവയവങ്ങൾ മരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടെയും ദാനം ചെയ്യാവുന്നതാണ്. മസ്തിഷ്കമരണം സംഭവിച്ചാൽ ഈ 6 അവയവങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി അവയവങ്ങളും ദാനം ചെയ്യാനാകും. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളർത്തുന്നതിനായിട്ടാണ് ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ആരോഗ്യമുള്ള ശരീരമുള്ള ആർക്കും അവയവം ദാനം ചെയ്യാനായി രജിസ്റ്റർ ചെയ്യാനാകും. ഒരു അവയവദാതാവിന് 8 ജീവനുകൾ രക്ഷിക്കാനാകും. ഇന്ത്യയിൽ പ്രതിവർഷം 5 ലക്ഷത്തോളം അവയവങ്ങൾ വിവിധ രോഗികൾക്കായി ആവശ്യമുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ അതിൻ്റെ 3% അഥവാ 15,000-ത്തോളം അവയവം മാറ്റിവെക്കൽ മാത്രമാണ് നടക്കുന്നത്. അവയവങ്ങളുടെ ലഭ്യതക്കുറവാണ് അനധികൃത അവയവ കച്ചവടത്തിന് വഴിവെക്കുന്നത്. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ അവയവദാനം നിയന്ത്രിക്കപ്പെടുന്നത്. റിസർച്ച് ഡെസ്ക് 24.